യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്റെ അങ്കിളിനെ നീ കഥ പറഞ്ഞു വീഴ്ത്താനും നോക്കല്ലേ. ഇറങ്ങി പോകാൻ. എന്താ നീ നോക്കി പഠിപ്പിക്കുന്ന നീ? എനിക്ക് വയ്യാത്തതിന്റെ ഭാഗ്യം, ഇല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടി വെളിയിലാക്കിയാണ് ഞാൻ. എന്തൊക്കെയാ വിനയ നീ പറയുന്നേ? ഒന്നുമില്ലെങ്കിലും സത്യം നിന്നെ കാണാൻ വന്നതല്ലേ? കള്ളനാമാമൻ, കള്ളൻ. എന്റെ ഭാര്യയുമായി കൂടി ചേർന്ന് എത്ര കാലമായിട്ട് എന്നെ പറ്റിക്കാണെന്നറിയോ? നാറി. ദയവേത് സത്യം പോ. നിന്നെ കാണുമ്പോ അവന്റെ ദേഷ്യം കൂടിക്കൂടി വരും. സത്യേട്ടാ, സത്യേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒരിക്കൽ ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടതിന് വയറ് നിറച്ച് കിട്ടിയത് ഓർമ്മയില്ലേ? ഇവൻ വന്നത് നിന്നെ ഇവിടെ കൊണ്ടുവിടാനല്ലടി. എന്നിട്ട് എന്റെ മുമ്പിൽ രണ്ടും കൂടെ നിന്ന് നാടകം കളിക്കാം അല്ലേ? ചീരു എന്റെ ബൈക്കിൽ ഇവിടെ വന്ന് ഇറങ്ങുന്നത് വിനയന്റെ അങ്കിള് കണ്ടുവന്ന്. അതിന്റെ വിചാരണ എവിടെ ഈ നടക്കുന്നത്? അതിന് ഇത്ര വിചാരണ ചെയ്യേണ്ട കാര്യം എന്താ? ഞാൻ സത്യേട്ടന്റെ ബൈക്കിൽ കയറി വന്നതിനെ ആർക്കെങ്കിലും വിരോധമുണ്ടോ? അങ്കിളിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോന്ന്? എനിക്കെന്ത് പ്രശ്നം? പക്ഷേ വിനയന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചീരുവിന് ചെയ്യാതിരിക്കാം. എനിക്ക് സൗകര്യമില്ല. ലോകത്ത് ആരും പൊറുക്കാത്ത നെറുകേടാ അങ്കിളിന്റെ ഈ മരുമം കാണിച്ചത്. പിന്നെ ഇയാളുടെ ഇഷ്ടം നോക്കി ജീവിക്കേണ്ട കാര്യം എനിക്കെന്താ? ഓട്ടോ കേടായി വഴിയിൽ ഇറങ്ങി നിന്ന് എനിക്ക് മറ്റൊരു ഓട്ടോ വിളിച്ചു തരാന്ന് സത്യേട്ടൻ പറഞ്ഞതാ. ഞാനാ അത് വേണ്ടാന്ന് പറഞ്ഞ് സത്യേട്ടന്റെ വണ്ടിയിൽ നിർബന്ധപൂർവ്വം കയറിയത്. അറിയോ? ഭാര്യ തെറ്റ് ചെയ്തു എന്ന് തോന്നിയാലേ അതിനുള്ള ശിക്ഷ ഭാര്യയ്ക്ക് നൽകണം, അല്ലാതെ മറ്റുള്ളവരുടെ മെക്കെട്ട് കയറി അല്ല വേണ്ടത്. സത്യേട്ടാ, സോറി. സത്യേട്ടൻ പൊക്കോ. ഞാനേ ഇന്ന് സത്യേട്ടന്റെ ബൈക്കിലല്ലേ കയറിയുള്ളൂ. നാളെ മുതൽ ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പോവാ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? കൈ രണ്ടും ഉയർത്താവുന്നിടത്തോളം ഉയർത്ത്. പിന്നെ ഈ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വരില്ല. കാരണം ഇവിടെ നിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നതേ വിലങ്ങ് വെച്ചിട്ടായിരിക്കും. ചീരു, നീ എന്തൊക്കെയായി പറയുന്നേ? ഒന്നുമല്ലേലും നിന്റെ ഭർത്താവല്ലേ വിനയൻ? കയ്യില് വിലങ്ങ് വീണാലും താലി കഴുത്തിലുണ്ടെങ്കിൽ ഭർത്താവ് തന്നെ അങ്കിളെ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്നുവെച്ച് നിങ്ങളെന്റെ കൂടെപ്പിറപ്പിനോട് കാണിക്കാൻ നോക്കിയ നെറുകേടിന് ഈ ചിലങ്ക മാപ്പ് തരും നിങ്ങൾ കരുതണ്ട. വിനയ, എന്തൊക്കെയാടാ ഈ നടക്കുന്നേ? അങ്കിൾ എനിക്ക് കുറച്ച് സ്വസ്ഥത തരുമോ? ഒന്ന് പോയേ. പോന്റെ മുമ്പ് ആ വാലെടുത്തോ. എന്നെ പൊട്ടനാക്കുക. എല്ലാവരും ചേർന്ന് എന്നെ പൊട്ടനാക്കുക. കാണിച്ചു തരാം വിനയൻ. അച്ഛൻ പോലീസിലാണെന്നുള്ള ധൈര്യത്തിലാണല്ലേ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തു കൂട്ടുന്നേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. അങ്ങനെ തീരെ നിഷ്കളങ്കയാകാതെ. നിന്നെ പോലൊരു പെൺകുട്ടിയാ ആത്മഹത്യക്ക് ശ്രമിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നേ. അതും നിന്റെ കൂടെ താമസിച്ചൊരു പെൺകുട്ടി.
എന്താ സംഭവിച്ചെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷെ എനിക്കത് നീ പറഞ്ഞു കേൾക്കണം. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം സർ. എന്നാ പറ. സത്യം പറഞ്ഞ എനിക്ക് മഞ്ചാടിയായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല സർ. മഞ്ചാടി ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യുമ്പോ ഞാൻ സസ്പെൻഷനിലായിരുന്നു. ആ സമയത്ത് അവൾക്ക് ആരൊക്കെയായിട്ട് ബന്ധമുണ്ടെന്നോ എന്തൊക്കെയാണ് അവളുടെ ആക്ടിവിറ്റീസ് എന്നൊന്നും എനിക്കറിയില്ല. നിനക്കങ്ങനെ ഒന്നും അറിയില്ലെന്ന് പറയാതെ. മഞ്ചാടിയുമായിട്ട് പ്രശ്നമുള്ള ജീവൻ രാജനെ നിനക്കറിയില്ല? ജീവൻ എനിക്കറിയാം സർ. ഈ സംഭവിച്ചതിനെല്ലാം കാരണക്കാരൻ ജീവനാ. അതിന്റെ എല്ലാത്തിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട് സർ. ഇതെന്താ? മഞ്ചാടി എഴുതിയ സൂയിസൈഡ് നോട്ടാണ്. ഇതിപ്പോ എവിടെന്നാ? ആ സമയത്ത് ഇതെന്താ പോലീസിനെ ഏൽപ്പിക്കാതിരുന്നത്? അത് വാർഡനൊക്കെ അവരുടെ ആളുകളാ സർ. ആരും തെളിവ് നശിപ്പിക്കാതിരിക്കാൻ ഞാൻ മാറ്റിവെച്ചതാ. ഇതെന്റെ ആത്മഹത്യാക്കുറിപ്പാണ്. ഞാൻ ഇങ്ങനെ ഒരു കത്ത് എഴുതുന്നതിന്റെ ഉദ്ദേശം ഒരു തെറ്റും ചെയ്യാത്ത പാവം നിരപരാധി ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എന്നെ ചതിക്കാൻ നോക്കിയെന്ന കുറ്റമേറ്റ് ജയിലിൽ കിടക്കുന്ന ഗോകുൽ നിരപരാധിയാണ്. യഥാർത്ഥ കുറ്റവാളി എന്റെ സുഹൃത്തായ ജീവൻ രാജാണ്. ഒരു സുഹൃത്തിന്റെ മുഖം മൂടി വെച്ച് എന്നെ ചതിക്കുകയായിരുന്നു അവന്റെ ഉദ്ദേശം. ഇനി ഒരു പെൺകുട്ടിയോടും അവൻ ഈ ചതി ചെയ്യരുത്. ജീവൻ രാജിന് ഉചിതമായ ശിക്ഷ കിട്ടണം. നിരപരാധിയായ ഗോകുലിനെ വെറുതെ വിടണം. എന്റെ അച്ഛനും കുടുംബത്തിനും മാനക്കേട് വരുത്തിയ ഞാൻ ഇനി ജീവിച്ചിരിക്കാൻ അർഹയല്ല. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. സർ, അത് വായിച്ചല്ല. എല്ലാ സത്യവും മഞ്ചാടി അതിൽ എഴുതിയിട്ടുണ്ട്. ഈ കേസിൽ ഞാൻ നിരപരാധിയാ. മഞ്ചാടിയെ ചതിക്കാനാണ് ജീവൻ അവളോട് അടുക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ആ അടുപ്പം നല്ല സൗഹൃദമാണെന്ന് തെറ്റിദ്ധരിച്ച മഞ്ചാടി എന്റെ വാക്കുകൾ അംഗീകരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല സർ. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ സർ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞാനേ സർ. ശരി, നീ ഇപ്പൊ പോയിക്കോ. പക്ഷെ ഞാൻ വിളിക്കുമ്പോ വന്നേക്കണം. ഓക്കെ സർ. ശരി. താങ്ക് യു. എടോ, അമ്മാരെ ഇങ്ങോട്ട് വിളിക്കേ. ശരി സാർ. രണ്ടുപേരും സാറ് വിളിക്കുന്നു. ഡോ, നീ വാടോ. സാർ, ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. ഞങ്ങൾക്കെല്ലാം അറിയാം. പോരാത്തതിന് കൂട്ടുപ്രതി മാപ്പ് സാക്ഷിയായിട്ടുണ്ട്. മഞ്ചാടിയുടെ സൂയിസൈഡ് നോട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതിൽ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ പ്രതികളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ തെളിവുകളെ കുറിച്ച് വെറുതെ പറയുന്നതാണെന്ന തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. ദാ, ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇതാ, ഒന്ന് വായിക്കുക. ഇപ്പൊ വിശ്വാസമായല്ലോ അല്ലേ? ഇനി ആ ലെറ്റർ ഇതാ.
ഇനി പറ. പറ. സാർ അത് എന്താ അറിയാതെ പറ്റിപ്പോയതാ, അബദ്ധം പറ്റിയെന്നൊന്നും പറയരുത്. ഇല്ല സാർ, ഞാൻ എല്ലാം പറയാം. ഗുഡ്. എക്സ്ക്യൂസ് മീ. വരണം, ഇങ്ങോട്ടിരിക്കും. അവന്മാര് ആദ്യം ഒന്ന് ബലം പിടിച്ചതാ, പക്ഷേ അവളെ കൂടി പൊക്കിയപ്പോ ഒന്ന് അയഞ്ഞു. അവന്മാരെ കുറ്റം സമ്മതിച്ചോ? കുറ്റസമ്മതത്തിലൊന്നും വലിയ കാര്യമില്ലല്ലോ. അവന്മാര് കോടതി മാറ്റി പറയും. നമുക്ക് വേണ്ടത് തെളിവാ, അത് കിട്ടിയിട്ടുണ്ട്. അവളുണ്ടല്ലോ, ആ ആൻമരിയ, അവളൊരു മാപ്പ് സാക്ഷിയുടെ ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഗുണം ചെയ്യും. സർ, അവൾ നാളെ മാറ്റി പറയലെന്ന് എന്താ ഉറപ്പ്? ഒന്നാമത് അവളൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളല്ലേ. അതുകൊണ്ട് കൂടിയാടോ അവള് ഗുണം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അവൾക്ക് നിയമം അറിയാം. അതാ അവന്മാർക്കെതിരെ മൊഴി തന്ന് അവൾ ഊരാൻ നോക്കുന്നത്. പക്ഷേ അവൾക്കും ഇതിൽ പങ്കുണ്ടെങ്കിൽ അവള് ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ? ഇല്ല, ആൻമേരിക്ക് കോവളത്തുണ്ടായ സംഭവത്തിൽ ഒരു പങ്കുമില്ല. അന്നവള് കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട് വീട്ടിൽ കഴിയായിരുന്നു.